ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ മഹാത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ യോഹന്നാൻ 3:4 പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. അപ്പൊ എന്താണ് പാപം എന്ന് ഓക്കെയാണത്? എന്താണ് സംഭവം? പാപം വചനത്തിന്റെ ലംഘനമാണ്. വചനം എന്താണ്? വചനം നമ്മളെ കർത്താവിൽ നിന്ന് വന്നു കർത്താവിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു. അതാണ് ഈശോ അവസാനം പറയുന്ന വാക്ക്. പിതാവേ, ഞാൻ അങ്ങേ പക്കൽ നിന്ന് വന്നു, അങ്ങേ പക്കലേക്ക് തിരിച്ചു വരികയാണ്. ചില ആൾക്കാർക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല, വഴിതെറ്റി പോകും. അതാണ് പ്രശ്നം. അതിനാണ് വചനം വെച്ചിരിക്കുന്നത്. ചൂണ്ട് പലകയായിട്ട് ഇതാണ് വഴി, ഇതിലേ പോവുക. ഇല്ലേ? ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഞാൻ അങ്ങേ പക്കൽ നിന്ന് വന്നു, അങ്ങേ പക്കലേക്ക് തിരിച്ചു വരികയാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ മഹാത്യാഗത്തെ പകരം എന്തോ നൽകും ഞാനിനി ഹൃദയം പകരം എന്തോ നൽകും ഞാനിനി ഹൃദയം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പലപ്പോഴും സംഭവിക്കുന്നത്, ക്രിസ്തു എങ്ങനെയാണ് തിരിച്ചു പോയത് കൃത്യമായി ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ച് ദൗത്യം പൂർത്തിയാക്കിയാൽ തിരിച്ചു പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ദൈവഭവനത്തിൽ നിന്ന് വന്ന് ദൈവഭവനത്തിലേക്ക് തിരിച്ചു പോകണം. നമ്മൾ തിരിച്ചു പോക്ക് ഉറപ്പുവരുത്താനാണ് ഈ അനുതാപം വരണതേ. പിതാവേ, ഞാൻ അങ്ങേ പക്കൽ നിന്ന് വന്നു, അങ്ങേ പക്കലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങേ പക്കൽ നിന്ന് വരുന്നതിന് കുഴപ്പമില്ല, അത് നമ്മുടെ നടപടിയല്ല. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഞാൻ അങ്ങേ പക്കൽ നിന്ന് വന്നു, അങ്ങേ പക്കലേക്ക് തിരിച്ചു വരികയാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 16:28. യോഹന്നാൻ 16:28. ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു. ഇപ്പോൾ വീണ്ടും ലോകം വിട്ട് പിതാവിന്റെ അടുത്തേക്ക് പോകുന്നു. ഇതാണ് സംഭവം. എത്ര? യോഹന്നാൻ 16:28. അപ്പൊ എന്താ വിഷയം? പിതാവ് ഞാൻ അങ്ങേ പക്കൽ നിന്ന് വന്നു, അങ്ങേ പക്കലേക്ക് തിരിച്ചു വരികയാണ്. എന്താ പ്രശ്നം? അങ്ങേ പക്കൽ നിന്ന് വന്നു എന്ന് പറയണത് നമ്മൾ ആരെങ്കിലും മെമ്മോറാണ്ടം കൊടുത്തിട്ട് വന്നതാണ്. പിതാവിന് അങ്ങേ പക്കൽ നിന്ന് വന്ന് നമ്മൾ അങ്ങേ പക്കൽ നിന്ന് തന്നെ വന്നിരിക്കണത്. നമ്മൾ ആരെങ്കിലും അപേക്ഷ കൊടുത്തിട്ട് വന്നതാണ്? അല്ല. അത് ദൈവത്തിൻ്റെ നടപടിക്രമമാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ്. നമുക്ക് ഈ ഭൂമിയിൽ ഒരു ജന്മം നൽകിയതും അതിലൂടെ കർത്താവിനെ അറിഞ്ഞ് ജീവിക്കാനും ഈ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നേറുവാനും ദൈവത്തിൻ്റെ കൃപയിൽ ഇത് പര്യവസാനിപ്പിക്കാനും ദൈവം നമുക്ക് നൽകുന്ന ഒരവസരമാണ്. ഇനി പ്രോബ്ലം വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്നുവെന്നുള്ളത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, അല്ലേ? അതിന് ഈ ജീവിതകാലം മുഴുവൻ നമ്മൾ നന്ദി പറയണം. പിന്നെ എന്താണ്? അങ്ങേ പക്കലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോഴാണ് പ്രശ്നം. ബ്രീഡിയ അങ്ങേ പക്കലേക്ക് തിരിച്ചു വരണത് ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ല. ഒരു കാന്തവും വെച്ചിട്ടില്ല നിന്നെ അങ്ങോട്ട് വലിച്ചെടുക്കാൻ വേണ്ടി. പക്ഷെ വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ വരണമെന്ന്, തിരിച്ചു വരണമെന്ന്. അതിനാണ് വചനം തന്നിരിക്കുന്നത്. നീ ഇടത്തോട്ട് വലത്തോട്ട് തിരിയാനുള്ള സാധ്യതയുണ്ട്.
അത് ഇതൊക്കെ കണ്ടിട്ടേ വഴിതെറ്റി പോകാൻ സാധ്യതയുണ്ട്. പച്ചപ്പ് കാണുമ്പോഴേ ആടങ്ങാട്ടി ഇങ്ങോട്ട് തെറ്റിയല്ല. അപ്പോൾ പിന്നിൽ നിന്ന് പറഞ്ഞു ഹേ എന്ന് സ്വരം കേൾക്കും, ഇതാണ് വഴി. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യെശയ്യാ 30:21. യെശയ്യാ 30:21. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, തിരിച്ചു പോക്കിൻ്റെ ജീവിതത്തിലെ തീർത്ഥയാത്ര, സ്വർഗീയ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ നീ ഇടത്തോട്ട് വലത്തോട്ട് തിരിയാൻ സാധ്യതയുണ്ട്. അപ്പോഴേ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. അപ്പൊ വചനമാണത്. ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പൊ ചില പ്രശ്നമുണ്ട്. അപ്പൊ ചിലർ പറയും ആ വഴി എനിക്ക് വേണ്ട, എനിക്ക് വേറെ എൻ്റെ വഴിയെന്ന് പറയും. എനിക്ക് എൻ്റെ വഴി, നോട്ട് ഡബിൾ ചെയ്യണമെങ്കിൽ അതൊരു വഴി. 10 പൈസ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പരിപാടിയാണ് നോട്ട് ഇരട്ടിപ്പിക്കൽ. ടാക്സ് വെട്ടിക്കണമെങ്കിൽ അത് വഴി. എനിക്കൊരു വലിയ വീട് വെക്കണം, ബ്രാൻഡഡ് കാറ് വാങ്ങിക്കണം. അപ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും തിരിയാൻ നമുക്ക് ദൈവത്തിനെ മറന്ന് സമൂഹത്തിനെയും സർക്കാരിനെയും വഞ്ചിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ജീവിച്ച് കല്യാണം കഴിച്ച് മാന്യമായിട്ട് ജീവിക്കുന്ന പെണ്ണിനെ വേറൊരു പെണ്ണിനെ കണ്ടപ്പോൾ അതിൻ്റെ തോളെ കൈയിട്ടുകൊണ്ട് നിന്റെ രണ്ട് പ്രസവിച്ച് നിന്റെ കുഞ്ഞിനെ വളർത്തുന്ന ഭാര്യയെ നീ രഹസ്യത്തിൽ ഉപേക്ഷിക്കുക. എന്നിട്ട് ആ പെണ്ണിൻ്റെ കൂടെ ഒക്കെ പോകാം. ഇടത്തോട്ടോ വലത്തോട്ട് തിരിയാൻ സാധ്യതയുണ്ട്. 10%, 8% ഒക്കെ പലിശ വാങ്ങിക്കുന്ന ആൾക്കാരില്ലേ, അവരിടത്തോട്ടോ വലത്തോട്ട് തിരിയുകയാണ്. നീ ഇടത്തോട്ടോ വലത്തോട്ട് തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ദൈവം ഒരു വഴി തരും. അവിടെ വിഷയം എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, അതായത് ദൈവ അനുഗ്രഹവും അനുതാപത്തിൽ അധിഷ്ഠിതമാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ദൈവ അനുഗ്രഹം, പ്രത്യേകിച്ച് ഉടമ്പടിയുടെ അനുഗ്രഹങ്ങൾ അനുതാപത്തിൽ അധിഷ്ഠിതമാണ്. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് തരുന്നതിന് ദൈവത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം നീ ദൈവത്തിൻ്റെ മകളാണ്. കയ്യിരിപ്പ് മോശമാണെങ്കിലും ദൈവത്തിൻ്റെ മകളാണ്, ദൈവത്തിൻ്റെ മകനാണ്. അതുകൊണ്ട് നീ ഒരു ചെളി പൂണ്ട് ചാകാൻ പോകണമെന്നുണ്ടെങ്കിൽ നിന്നെ പിടിച്ചു കയറ്റുന്നതിൽ ദൈവത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെയും ചാടി ചെള്ളയെ വീണ് കഴിഞ്ഞാൽ, പിന്നെ നിന്റെ സ്ഥിരം കലാപരിപാടിയായി കഴിഞ്ഞാൽ ദൈവത്തിന് അതിൻ്റെ അടുത്ത് പങ്കാളിത്തമില്ല. അതെപ്പോഴും മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ അനുതാപം എന്ന് പറയുന്നതിൻ്റെ വിഷയം മനസ്താപരണമാണ് അഡ്രസ്സ് ചെയ്യണത്. മേലിൽ പാപം ചെയ്യുകയില്ലെന്നും അതാണ് വിഷയം. ആ ടൈപ്പ് സാധനം വീണ്ടും എടുക്കരുത്. ഇതുകൊണ്ടാണ് നമ്മൾ പറയണത് പാപങ്ങളിൽ ചെന്ന് ചാടരുത്. നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരിച്ച് കർത്താവിൻ്റെ ഭവനത്തിലെത്താം. ഇപ്പം നീ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ ജ്ഞാനസ്നാനപ്പെടുത്താൻ നീ ബാധ്യസ്ഥയാണ്. എന്താ കാര്യം? നീ അങ്ങേപ്പക്കൽ നിന്ന് വന്നു, നിനക്ക് ദൈവം തന്ന കുഞ്ഞുങ്ങളെ രക്ഷയിൽ വളർത്താൻ പറ്റണം. അതിനെ വളർത്താൻ പറ്റാതെ ഒരുത്തനെ കണ്ടപ്പോൾ നിനക്ക് മനസ്സിൽ പൂതി തോന്നി അവൻ്റെ കൂടെ ചാടി ഓടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ മിസ്റ്റേക്കാവും. അതുകൊണ്ട് ആണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരരിശത്തിന് അറ്റിച്ചാടിയ പല അരിശ അവിടെ എടുത്തു കഴിഞ്ഞാൽ പോകാൻ പക്ഷെ ബുദ്ധിമുണ്ട്. അപ്പം നിങ്ങളുടെ ചെറുപ്പകാലത്ത് കാണിക്കുന്ന ദൈവത്തെ മറന്നുള്ള ജീവിതത്തിനെ എന്നിട്ട് പിന്നെ അങ്ങനെ കുഞ്ഞുങ്ങളെ പെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മരണം വരെ നിങ്ങളുടെ പ്രാർത്ഥന എന്താണ്? ആ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നവരെ നിങ്ങൾ കണ്ണുനീരോടെ ദൈവദർശനം നിൽക്കണം. വിശുദ്ധിയോടെ നിങ്ങൾ ജീവിക്കണം. വിശുദ്ധിയോടെ നിൻ്റെ ജീവിത പങ്കാളിയെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് തന്നെ നിനക്ക് നിൻ്റെ രീതി വിശുദ്ധിയോടെ ജീവിക്കാൻ കഴിയും. ഇപ്പം അഗസ്റ്റിൻ്റെയൊക്കെ അപ്പനെന്ന് പറയണത്, സെൻ്റ് അഗസ്റ്റിൻ്റെയൊക്കെ അപ്പനെന്ന് പറയണത് കത്തോലിക്കനല്ലായിരുന്നു, ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനി അല്ലായിരുന്നു. അവരുടെ കൂടെ മോനിക്ക പുണ്യാളത്തിൽ ജീവിച്ച് വിശുദ്ധയായിട്ടുണ്ട്. അപ്പോൾ സഭയിൽ പുതിയ കാര്യങ്ങളൊന്നും അല്ല ഇത്. മനുഷ്യനുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം ഇതുപോലെ അവറേഷൻസ് ഉണ്ടാവും. പക്ഷെ നമുക്കൊരു മനസ്സാക്ഷിയുണ്ട്. എന്താണ്? തിരിച്ച് പിതാവിൻ്റെ അടുത്തേക്ക് എത്തണം. നമ്മൾ ജനിപ്പിക്കുന്ന കുഞ്ഞ് കർത്താവിനെ അറിയണം. അങ്ങനെയാണ് അഗസ്റ്റിൻ എല്ലാ മോശകരമായ ജീവിതത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ട് കർത്താവിനെ അറിഞ്ഞ് ആ മനുഷ്യൻ അവസാനം വിശ്വാസം സ്വീകരിച്ച് വൈദികനായി, മെത്രാനായി, വിശുദ്ധനായി, പണ്ഡിതനായി. കണ്ടാ, ഇപ്പം ഒന്നും അസാധ്യമല്ല. ഒരു അമ്മ വിചാരിച്ചത് കൊണ്ടാണ്. ആദ്യം തന്നെ ഈശോയ്ക്കും പരിശുദ്ധ മാതാവിനും ഒരുപാട് നന്ദി. എൻ്റെ പേര് ആതിര. എൻ്റെ സ്ഥലം വരുന്നത് കണ്ണൂരിൽ നിന്നാണ്. ഞാനൊരു നോൺ ക്രിസ്ത്യനാണ്. എന്നെ ഇവിടെ കൊണ്ട് നിർത്തി
പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് ഒരുപാട് നന്ദിയുണ്ട് കൃപാസന മാതാവിനോടും ഈശോയോടും. ഞാൻ ആദ്യമായിട്ട് അമ്മയെക്കുറിച്ച് കേൾക്കുന്നത് എൻ്റെ അമ്മ വഴിയാണ്. അത് നേഴ്സിങ്ങിൻ്റെ പഠനം കഴിയാറായ സമയത്താണ്, എക്സാമിൻ്റെ സമയത്താണ്. അമ്മ പറയും, ഇങ്ങനെയൊരു ധ്യാനമുണ്ട്, നീ രാവിലെ കൂട്. എനിക്ക് എക്സാം എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്, അത് ഭയങ്കര പറയാൻ പറ്റാത്ത പേടിയാണ്. അമ്മയോടാണ് എപ്പോഴും വിളിച്ച് പറയുക പേടിയാണ് എന്ന്. അപ്പം അമ്മ പറയും, നീ അച്ഛൻ്റെ ധ്യാനം കൂടിയിട്ട് യൂട്യൂബിലുണ്ട്, ഞാൻ എല്ലാ ദിവസവും അയച്ചു തരാം, അത് കൂടിയിട്ട് വേണം പോകാൻ എന്നൊക്കെ പറയും. പിന്നെ ഹോസ്റ്റലിൽ കുറച്ച് കുട്ടികളൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരുടെ കയ്യിൽ നിന്ന് പത്രമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നോട്ട്ബുക്കിലും പുസ്തകത്തിലൊക്കെ ഞാൻ പേപ്പർ വെക്കും, പേപ്പർ ഇടയ്ക്ക് വായിക്കും. പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഫ്രീ ടൈം പോലെ ടൈം എടുത്തിട്ട് ഇടയ്ക്ക് വായിക്കാറുണ്ട്. രാവിലെ എഴുന്നേറ്റ് കൃപാസനം പത്രം വായിച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് പഠിച്ചിട്ടേ പോകാറുണ്ടായിരുന്നുള്ളൂ. എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞിട്ടാണെങ്കിലും വിശ്വാസപ്രമാണം 2-3 തവണ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ അത് കാണാപ്പാഠം പഠിച്ചിട്ടുണ്ട്. എക്സാം ടൈമിന് ആ ഒരു കൂൾ ഓഫ് ടൈം കിട്ടുന്ന സമയത്ത് മുഴുവൻ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി കാണാപ്പാഠം പഠിച്ചു. അങ്ങനെ എല്ലാ എക്സാമിനും ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി എഴുതി നല്ല മാർക്കോടുകൂടിയാണ് പാസ്സായത്. നേഴ്സിംഗ് പഠനം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ റിസൾട്ടൊക്കെ വന്നു, നല്ല മാർക്കൊക്കെ ആയി. നെക്സ്റ്റ് ജോലിക്ക് കയറണമല്ലോ, കൂടുതൽ ടൈം ഗ്യാപ്പ് ഇടാൻ പറ്റത്തില്ല നേഴ്സിംഗ് ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് കുറേ സ്ഥലങ്ങളിൽ ജോലിക്ക് വേണ്ടി അന്വേഷിച്ചു, പക്ഷേ എവിടെയും കിട്ടുന്നുണ്ടായിരുന്നില്ല. നേഴ്സിംഗ് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് എവിടെയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ തിരിച്ചു വരുന്ന ഈ ജോലിക്ക് ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് തിരിച്ചു വരുന്ന വഴിക്കൊക്കെ ഇങ്ങനെ കുറച്ച് ചേച്ചിമാരെയൊക്കെ കാണും. ഒരു ചേച്ചി എന്നോട് വന്ന് പറഞ്ഞ് എവിടെ പോയതാ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ പറയുമല്ലോ ജോലിക്ക് വേണ്ടിയാണെന്നൊക്കെ. അപ്പോൾ ആ ചേച്ചി പറയും, നീ കൃപാസനത്തിൽ പോ, അമ്മയ്ക്ക് വലിയ അനുഗ്രഹങ്ങൾ തരും അമ്മ, നീ അവിടെ എന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ ഓരോരുത്തർ വന്ന് പറയാറുണ്ട്. എല്ലാ ദിവസവും എവിടെയെങ്കിലുമൊക്കെ ഞാൻ ഏതെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ വിളിച്ചു ചോദിച്ചിട്ട് പോകും. തിരിച്ചു വരുമ്പം ഒരപ്പച്ചൻ വന്ന് പത്രം തരും. അങ്ങനെ കുറേ ആൾക്കാർ വന്ന് എന്നോട് ഓരോരോ കാര്യങ്ങൾ പറയും. അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് പറയുമ്പോൾ അമ്മ പറയും, നിന്നെ ചിലപ്പോൾ അമ്മ അങ്ങോട്ട് വിളിക്കുന്നതായിരിക്കും, നിനക്ക് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും സാധിച്ചു തരുമായിരിക്കും, എന്തെങ്കിലും കാര്യം ഉണ്ടാവും, അല്ലാതെ നിനക്കിങ്ങനെ എല്ലാ ദിവസവും എവിടുന്നേലുമൊക്കെ പത്രമോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്ന് നിന്നോട് ഇങ്ങനെ എപ്പോഴെപ്പോഴും പറയുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ശരിക്കും എന്നെ വിളിക്കുന്നതായിരിക്കും അങ്ങോട്ട് എന്ന് വിചാരിച്ചു. ശരിക്കും ആദ്യമൊക്കെ അമ്മ പറയുമ്പോൾ എനിക്ക് വലിയ മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും ഒരു പള്ളിയിൽ പോയിട്ട് ഒരു ധ്യാനം കൂടുന്ന ആ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനോർത്ത് ശരിക്കും വിളിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം അമ്മ എനിക്ക് വണ്ടിക്കൂലിയൊക്കെ തന്ന് ഞാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് വന്ന് ഉടമ്പടിയൊക്കെ എടുത്തു പോയി. ഉടമ്പടി എടുത്ത് പോയി ഒരു മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് എനിക്ക് ജോലി കിട്ടി. അത് ട്രെയിനി ആയിട്ടാണ് കിട്ടിയതെങ്കിൽ ആ സമയത്ത് എനിക്ക് ഒരു വലിയ ആശ്വാസമായിരുന്നു ആ ജോലി കിട്ടിയത്. ജോലി കിട്ടി, നല്ല രീതിയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി കിട്ടി. അത് ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നാളെ തന്നെ ഇൻ്റർവ്യൂവിന് പോരെന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂവിന് പോയി അറ്റൻഡ് ചെയ്തു. അന്ന് തന്നെ എന്നോട് പറഞ്ഞു നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യം അന്ന് തന്നെ ജോലിക്കും കയറാൻ പറഞ്ഞു. അതുപോലെ ഞാൻ പോയി അന്ന് തന്നെ അടുത്ത ദിവസം തന്നെ പോയി ലഗേജൊക്കെ എടുത്ത് പോയി ജോലിക്ക് കയറി. തൃശ്ശൂരായിരുന്നു കിട്ടിയത്. അവിടെ പോയി ജോലിക്ക് കയറി. അത് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് തന്നെ കിട്ടിയ ആദ്യത്തെ വലിയൊരു അനുഗ്രഹമായിരുന്നു എനിക്ക്. ഞാൻ ഫെബ്രുവരി 17-ാം തീയതി 2024 വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോൾ ഫസ്റ്റത്തെ എൻ്റെ ഉടമ്പടി എന്ന് പറയുന്നത് തന്നെ 1 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് പുറത്ത് പോയിട്ടൊരു ജോലി എന്നായിരുന്നു. എല്ലാ നേഴ്സിംഗ് പിള്ളേരുടെയും ഒരു സ്വപ്നം തന്നെയായിരിക്കും അതൊക്കെ. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. 1 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് പുറത്ത് പോയി ജോലി. എനിക്ക് ഇളയ 2 അനിയത്തിമാരാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സ്വപ്നമൊക്കെ ആയിരുന്നു, ഒരു വീട് വെക്കണം, അതിനൊക്കെയാണ് ഒരു ജോലി, അത് എക്സ്പീരിയൻസ് ആവണം, പുറത്ത് പോകണം എന്നൊക്കെ. അതായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ ഉടമ്പടി. അപ്പോൾ എനിക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ആയി. 1 വർഷമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പുറത്തോട്ട് പോകാനുള്ള കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി. എനിക്കാണ് ഒരു കാര്യം അങ്ങനെ പുറത്തോട്ട് പോകാനുള്ളതോ നോക്കാനോ അങ്ങനെ ഒന്നും അറിയത്തില്ല. ഞാനാണ് വീട്ടിൽ മൂത്തത്, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുത്ത പിന്നെ കാശ് രൂപ എപ്പോഴും കയ്യിലിരിക്കുന്നതുകൊണ്ട് ഒരു ധൈര്യമാണ്. എത്രയ്ക്ക് ടെൻഷനുണ്ടെന്ന് പറഞ്ഞാലും കാശ് രൂപമൊക്കെ നോക്കുമ്പോൾ ഒരു വല്ലാത്ത സമാധാനം എപ്പോഴും. അപ്പോൾ ഞാനൊരു ഏജൻസിയൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പോഴും എനിക്ക് പേടി. ഇപ്പം എപ്പോഴും ഏജൻസിക്കാർ തട്ടിപ്പാണ്, പൈസ പോവും, അതൊക്കെ നമ്മുടെ കയ്യിൽ കൊടുത്ത പൈസ എങ്ങനെ കടം വിട്ടാനെങ്ങനെയാണെന്ന് വിചാരിക്കും.
ഏജൻസിക്കാർ പറ്റിച്ചാൽ ആ പൈസ പിന്നെ എങ്ങനെ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ പെടും നമ്മൾ. അപ്പോൾ ഞാൻ വിചാരിക്കും എന്തായാലും സ്റ്റാർട്ട് ചെയ്തേക്കാം, അമ്മ മാതാവ് നോക്കിക്കോട്ടെ, എന്തായാലും ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടല്ലോ, നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് ഏജൻസിക്കാർക്ക് സ്റ്റാർട്ട് ചെയ്തു. അവർ പറഞ്ഞു ഞാൻ മാൾട്ടയിലോട്ടാണ് നോക്കാൻ വേണ്ടി കൊടുത്തിരുന്നത്. അവർ പറഞ്ഞു ആദ്യത്തെ 2 ഇൻ്റർവ്യൂ ഉണ്ട്, അത് പാസ്സായാൽ മാത്രമേ ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു ഇൻ്റർവ്യൂവിന് കൊടുക്കാമെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഏജൻസി ഇൻ്റർവ്യൂ ആയിരുന്നു. അത് വലിയ കുഴപ്പമില്ലാണ്ട് കഴിഞ്ഞു. അത് ഞാൻ കാശ് രൂപം കയ്യിൽ പിടിച്ചും വിശ്വാസപ്രമാണം 7 തവണ ചൊല്ലി തൈലും കുരിശു വരച്ചിട്ടൊക്കെയാണ് ഇരുന്നത്. അത് എനിക്ക് പാസ്സായി എന്ന് പറഞ്ഞ് അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ അവർ എനിക്ക് മെസ്സേജ് ചെയ്തു. അടുത്തത് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ആണ്. അത് മാൾട്ടയിൽ നിന്ന് ഡയറക്റ്റ് ഹെൽത്ത് മാർക്കിൽ നിന്നുള്ള ഇൻ്റർവ്യൂ ആണ്. അപ്പം നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസി ആയിരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ കുറച്ച് മെറ്റീരിയൽസൊക്കെ അയച്ചു തന്നു. ഇതൊക്കെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഡ്യൂട്ടീൻ്റെ ഇടയ്ക്കാണ്. അങ്ങനെ ഞാൻ ഓഫൊക്കെ എടുത്തിരുന്ന് പഠിച്ച് ഫുൾ പ്രാർത്ഥനയായിരുന്നു. പഠിച്ചതിനെക്കാട്ടും കൂടുതൽ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. കയ്യിൽ കാശ് രൂപയൊക്കെ ഉണ്ടായിരുന്നു. ഓൺലൈൻ ഇൻ്റർവ്യൂ കഴിഞ്ഞു. വലിയ ടാസ്ക് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല, എല്ലാം ഫ്രണ്ട്ലി ടോക്കായിരുന്നു. അങ്ങനെ അങ്ങ് കഴിഞ്ഞു. പക്ഷേ എനിക്ക് അധികം സമയം എടുത്തില്ല. എല്ലാം ഒരു ഫ്രണ്ട്ലി ടോക്ക് പോലെയുണ്ട്. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, കിട്ടോ ഇല്ലയോ എന്ന്. പ്രത്യേകിച്ച് അവരൊന്നും ചോദിച്ചുമില്ല. അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ ഇൻ്റർവ്യൂ ശരിയായിട്ടുണ്ട്, നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ടാണ് തോന്നിയത്. ഞങ്ങൾക്കൊക്കെ അങ്ങനെ പുറത്തോട്ടുള്ളൊരു ഇൻ്റർവ്യൂ കിട്ടുകയെന്നൊക്കെ വെച്ചാൽ വലിയ കാര്യമാണ്. അച്ഛനമ്മയ്ക്ക് അത്രയും പ്രതീക്ഷയോടെയാണ് നേഴ്സിംഗൊക്കെ പഠിപ്പിച്ചിറക്കുന്നത് എല്ലാവരെയും. അപ്പോൾ ആ ഇൻ്റർവ്യൂ ഒക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങി. VFSൻ്റെ ഓഫീസിൽ പോകണം. അതിനു മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് ഞാൻ പാസ്പോർട്ടൊക്കെ പുതുക്കുന്നതിൻ്റെ അവിടെ മാതാവിൻ്റെ രൂപമുണ്ട്, അവിടെ വെച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കൊടുത്തത്. അവിടെ പോയിട്ട് VFSൻ്റെ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഡോക്യുമെൻ്റൊക്കെ കറക്റ്റാക്കി വെക്കണം. ഡോക്യുമെൻ്റ് കറക്റ്റാക്കി കൊടുക്കുന്നതിൻ്റെ എല്ലാ പേപ്പറിലും വിശ്വാസപ്രമാണം ചൊല്ലി കുരിശും വരച്ച് എല്ലാം കൊടുക്കുക. അമ്മയും കുരിശ് വരച്ച് പ്രാർത്ഥിക്കും, ഞാനും കുരിശ് വരച്ചൊക്കെ പ്രാർത്ഥിച്ചാണ് VFSൻ്റെ ഓഫീസിലെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഹാൻഡ് ഓവർ ചെയ്തത്. അത് കഴിഞ്ഞ് അവർ ഏജൻസിക്കാരെന്നോട് പറഞ്ഞു ഇനി വിസ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. വിസ ഇൻ്റർവ്യൂ ചിലപ്പോൾ സ്പാം കോളായിട്ട് വരും, അല്ലെങ്കിൽ മെയിലായിരിക്കും. മെയിലിൽ തന്നെ സ്പാം മെയിലൊക്കെ വരും. അതുകൊണ്ട് ഫുള്ളി അലേർട്ടായിരിക്കണം. ഏത് കോൾ വന്നാലും എടുക്കണം. അല്ലെങ്കിൽ കോളൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ വിസ ക്യാൻസലാവും എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ജോലി കളഞ്ഞിട്ട് ഈ കോളിന് വേണ്ടി ഇരിക്കാനൊന്നും പറ്റത്തില്ല. ജോലി കളയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം ഞാൻ ശരിക്കും ടെൻഷൻ അടിച്ചിരുന്നത്. അപ്പോൾ ഒരു 2 ആഴ്ച വിസയ്ക്ക് വെച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ വിസയ്ക്ക് വെച്ച ഒരു കൊച്ചിന് വിസ ഇൻ്റർവ്യൂ വന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് വന്നില്ല. അപ്പോൾ ഭയങ്കര ടെൻഷനായി. പിന്നെ ഞാൻ നോക്കുമ്പം മാതാവിനോട് പ്രാർത്ഥിച്ചെല്ലാം വെച്ചതല്ലേ, വരുമായിരിക്കും എന്ന് വിചാരിച്ചു. 2-3 മാസം കഴിഞ്ഞു, വിസ ഇൻ്റർവ്യൂ ഒന്നും വന്നില്ല. കോളൊക്കെ ഇടയ്ക്ക് സ്പാം കോളൊക്കെ വന്നു പോകുന്നുണ്ടായിരുന്നു. എന്നാലും എനിക്കൊരു ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചെറുതായിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും മാതാവിനെ ഓർക്കുമ്പോൾ മാതാവ് ശരിയാക്കി തരും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഞാൻ ഈ ഫെബ്രുവരി ലാസ്റ്റ് ലീവിന് വീട്ടിൽ വന്നപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു, രാവിലെ ഞാൻ എണീറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി തുടങ്ങുക. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നീ രാവിലെ അച്ഛൻ്റെ ധ്യാനം കേട്ടായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. നീ കേട്ട് നോക്കുമെന്ന് പറഞ്ഞു. അച്ഛൻ്റെ ധ്യാനം കേട്ടപ്പോൾ അച്ഛൻ അതിൽ മാർച്ച് 7 സ്പെസിഫൈ ചെയ്ത് പറഞ്ഞായിരുന്നു. ഒരു വിസയുടെ കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ആ ഡേറ്റിന് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ ആ രാവിലത്തെ ഡെയിലി ബ്രെഡ് ബ്ലെസ്സിങ് പ്രാർത്ഥനയിൽ. അപ്പോൾ അന്നാണ് ഞാനത് കേട്ടിട്ട് ഞാൻ എന്നിട്ട് പോയി. എന്നിട്ട് ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങി ഞാൻ മെയിൽ നോക്കുമ്പോൾ 7-ാം തീയതിയിലത്തെ മെയിൽ ഞാൻ അന്നാണ് കാണുന്നത്. എൻ്റെ പാസ്പോർട്ട് ഡിസ്പാച്ച് ചെയ്തു എന്നും പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ കോളൊന്നും വന്നിട്ടില്ല, മെയിലിൽ ഇൻ്റർവ്യൂ കോൾ വന്നിട്ടില്ല, ഒരു കോളും വന്നിട്ടില്ല. പക്ഷേ പാസ്പോർട്ട് ഡിസ്പാച്ച് ചെയ്തു എന്നും പറഞ്ഞ് കാണിച്ചു. ഞാൻ ഏജൻസി വിളിച്ച് ചോദിച്ചു, മാഡം ഇങ്ങനെയാണ് പാസ്പോർട്ട് ഡിസ്പാച്ച് ചെയ്തു എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു, പക്ഷേ ഇൻ്റർവ്യൂ കോളൊന്നും വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പാസ്പോർട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് ഇനി മാതാവ് ഇനി ഇൻ്റർവ്യൂ ഇല്ലാണ്ടാണോ പാസ്പോർട്ട് വരുമോ അതോ
വിസ അടിച്ചിട്ടാണോ വരിക, ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ വന്ന ദിവസം ഇങ്ങനെ സ്വപ്നത്തിൽ എനിക്ക് 23/03 ഈ ഡേറ്റ് തന്നെ വന്നുകൊണ്ടിരിക്കുക. 23/03 എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, അടുത്ത മാസം നിൻ്റെ ബർത്ത്ഡേ അല്ലേ 23 വയസ്സാവൂലേന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് March 13 എനിക്ക് 23 വയസ്സാവും, എൻ്റെ പിറന്നാളാണ് അന്ന്. അപ്പം എനിക്ക് പെട്ടെന്ന് കത്തിയത്. എന്നിട്ട് ഡിസ്പാച്ചായി സാധനം വന്നു. 13-ാം തീയതി അവരെനിക്ക് മെസ്സേജ് അയച്ചു, മാഡത്തിൻ്റെ പാസ്പോർട്ടിൽ വിസ അടിച്ചു കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട്. അന്ന് ആ 13-ാം തീയതി എൻ്റെ പിറന്നാളിൻ്റെ അന്ന് തന്നെ എനിക്ക് അത്രയും വലിയൊരു അനുഗ്രഹമാണ് മാതാവ് തന്നത്. ആ ഡേറ്റ് എനിക്ക് കാണിച്ചത് എനിക്ക് ആദ്യം മനസ്സിലായി ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് 23 എൻ്റെ പിറന്നാൾ അന്ന് March 13 അന്ന് എനിക്ക് വിസ അടിച്ചു കിട്ടിയപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലാണ്ട് എനിക്ക് വിസ കിട്ടിയത് എന്ത് പറഞ്ഞാലും മതിയാവില്ല. അത്രയ്ക്ക് സന്തോഷവും അത്രയ്ക്ക് മാതാവ് എൻ്റെ കൂടെ ഉള്ള പോലെ തന്നെയാണ് എനിക്ക് ഇത് ഫീൽ ചെയ്യുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് കിട്ടിയ 2-3 സന്ദർഭങ്ങളാണ്. ആദ്യം തന്നെ എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യം ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോയ നാളുകളിൽ ആദ്യമൊക്കെ ഡ്യൂട്ടി കയറുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പം മാതാവിൻ്റെ തൈലം ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി നെറ്റിയിൽ പുരട്ടിയിട്ടൊക്കെ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ തൈലം ഏതാണ്ട് കഴിയാറായി. ആ പുറത്തെ ആ സ്റ്റിക്കറിൻ്റെ താഴെ എത്തി തൈലം തീരാറായി. അപ്പം ഞാൻ വൈകിട്ടത്തെ സായാഹ്ന പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ലാസ്റ്റ് മുട്ടുകുത്തിയിരുന്നിട്ട് പറഞ്ഞു, തൈലം കഴിയാറായില്ല മാതാവേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു, ഇനി എന്തായാലും ഉടമ്പടി പുതുക്കാൻ പോകുമ്പോൾ തൈലം കിട്ടുമല്ലോ, അടുത്ത തൈലം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. ഞാനിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് കുറച്ച് ഫുഡ് കഴിച്ച് കഴിയാറായി. അപ്പം ഞാൻ ജസ്റ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ തൈലത്തിൻ്റെ കുപ്പി നിറഞ്ഞിരിക്കുക. എനിക്ക് എങ്ങനെയാണ് അത് പറയേണ്ടത്, എനിക്ക് വെപ്രാളം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞോളൂ, എൻ്റെ തൈലം കഴിയാറായില്ല മാതാവ് എന്ന് പറഞ്ഞോളൂ. അപ്പോഴത്തേക്കും അത് നിറഞ്ഞിരിക്കുക. ഞാനിട്ടത് അമ്മയ്ക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. അമ്മ പറഞ്ഞു, മാതാവ് നിൻ്റെ കൂടെ തന്നെയുണ്ട്, അമ്മ വിളിച്ചിട്ടായിരിക്കും നീ കൃപാസനത്തിൽ പോയത്, എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് എല്ലാത്തിനും കൂടെയുണ്ട്. എല്ലാ സാന്നിധ്യം അത് അത്രയ്ക്കും വലുത്. ആ സമയം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ തൈലം ആ കുപ്പിയിൽ നിറഞ്ഞിരിക്കുന്നത് അത് അത്രയ്ക്ക് ഇതായിപ്പോയി. പിന്നെ എനിക്ക് ഡേറ്റ് ചിലതൊക്കെ എനിക്ക് ഡേറ്റ് ഇങ്ങനെ കാണിക്കാറുണ്ട് മാതാവ്. അതുപോലെ എല്ലാം നടക്കാറുണ്ട്. വിസയ്ക്ക് കൊടുക്കാനും വിസ അടിച്ചു വന്നത് എൻ്റെ പിറന്നാളിൻ്റെ ഡേറ്റും അതെല്ലാം എനിക്ക് കാണിക്കാറുണ്ട്. ഞാൻ 13-ാം തീയതി തന്നെ ടിക്കറ്റ് എടുത്തു. ഞാൻ April 9 പോവാണ്. ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് വന്നത്. ഞാൻ മാൾട്ടയ്ക്കാണ് പോകുന്നത് April 9. അവിടെ ഞാൻ ഹെൽത്ത് കെയർ വർക്കറായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ജോലി കിട്ടി. പിന്നെ ഞാൻ വെച്ചൊരു നിയോഗം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മദ്യപാനമായിരുന്നു. എൻ്റെ ചെറുപ്പം മുതൽ കാണുന്നതാണ്. നിയോഗത്തിൽ വെച്ചതിനെ തുടർന്ന് അച്ഛൻ മദ്യപിക്കുന്നത് ഇപ്പം നിർത്തിയിരിക്കുകയാണ്. 1 വർഷമായി. അച്ഛനിവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. മദ്യപിക്കുന്നതൊക്കെ കുറഞ്ഞപ്പോൾ തന്നെ വലിയൊരു ആശ്വാസമാണ് കുടുംബത്തിന് എല്ലാവർക്കും. അത്രയും വലിയ അനുഗ്രഹമാണ് മാതാവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. കാരുണ്യപ്രവർത്തനം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കരുണാലയമുണ്ട്. അവിടെ പോയി രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട ദൈനംദിന പ്രവർത്തികളിൽ സഹായിക്കുകയും അവരുടെ അത്യാവശ്യം ഉച്ചവരെ നിന്ന് അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് വരാറുണ്ട്. പിന്നെ കൃപാസനം പത്രം ഞാൻ വീടിൻ്റെ അടുത്തൊന്നും കൊടുക്കാറില്ല. ഞാൻ തൃശ്ശൂർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അവിടെയുള്ള ചെറിയൊരു ഗ്രാമപ്രദേശം പോലെയാണ് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ. അവർക്കൊന്നും അറിയില്ല ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ അമ്മമാതാവിൻ്റെ അത്ഭുതങ്ങളും ഒന്നും അറിയില്ല. അപ്പോൾ അവർക്കെല്ലാം ഞാൻ കൊടുക്കാറുണ്ട്. അവരോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് യൂട്യൂബ് ചാനലും അതൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്ത് അവരോട് ഇത് കാണാനും ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. എവിടെയാണ് സ്ഥലം എന്നും എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പത്രം ഞാൻ അത്യാവശ്യം ഇതിനെക്കുറിച്ച് വലിയ അറിയാത്തവർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. ഹിന്ദുക്കൾക്കും കൂടുതൽ കൊടുക്കാറുണ്ട്.
പിന്നെ ഞാൻ എന്നെ കഴിയുന്ന വിധം എൻ്റെ സാലറിയിൽ നിന്നാണേലും ആരെങ്കിലുമൊക്കെ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുക്കാറുണ്ട്. എനിക്ക് പോയി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ അമ്മയുടെ കയ്യിലായാലും പൈസ കൊടുക്കും. പിന്നെ വീടിനടുത്തുള്ള രോഗികൾ, ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ഉണ്ട്, ഞങ്ങൾക്ക് അറിയാവുന്ന അച്ചാച്ചനൊക്കെയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ ലീവിന് വീട്ടിൽ വരുമ്പോൾ പോയി കാണും. എന്നെക്കൊണ്ട് കഴിയുന്ന ചായ കുടിക്കുകയാണെങ്കിൽ ചായ കുടിക്കാനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുള്ള പോലെ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഹിന്ദു ആണ്. എനിക്കങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല. പക്ഷേ ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായന പ്രാർത്ഥനയൊക്കെ ചെല്ലും. പിന്നെ ബൈബിൾ എനിക്ക് ഒരു ചേച്ചി വാങ്ങിച്ചു തന്നായിരുന്നു. ഞാൻ അതൊക്കെ വായിക്കാറുണ്ട്. ബൈബിളൊക്കെ എല്ലാ ദിവസവും വായിക്കും. പിന്നെ ഫോണിൽ ബൈബിളുണ്ട്, അതൊക്കെ വായിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ജപമാല പുസ്തകമുണ്ട്. എനിക്കറിയാവുന്ന പോലെ വലിയ ക്രമത്തിലൊക്കെ ഒന്നും അല്ലെങ്കിലും എനിക്കറിയാവുന്ന പോലെയൊക്കെ ഒരിതിലൊക്കെ ഞാൻ വായിക്കാറുണ്ട്. എല്ലാ ദിവസവും ജപമാല ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. മാതാവിൻ്റെ എല്ലാം കൃപയാണ് പോവാനായതും വീട്ടിലത്തെ സമാധാനവും സന്തോഷവും എല്ലാം തന്നത് മാതാവാണ്. 1000 നന്ദിയുണ്ട് മാതാവിനും തിരുക്കുമാരനും ഇവിടെ എനിക്ക് സാക്ഷ്യം പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നതിനും. ഇത്രയും അനുഗ്രഹവും കൂടെ ഉണ്ടെന്നുള്ള ആ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസവും എല്ലാം വെളിപ്പെടുത്തി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദിയുണ്ട്.